കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് കരുതി തയ്യാറെടുപ്പുകൾ നടത്തിയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാളാണ് ജോസഫ് വാഴക്കൻ. ജോസഫ് വാഴക്കൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് അവരും പ്രതീക്ഷിച്ചിരുന്നു. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഈ മുറിക്കുള്ളിൽ തന്നെ കാണുവാൻ കഴിയും. 1.5 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ മാത്രമാണ് തയ്യാറാക്കിയത്. ഇതുകൂടാതെ 2500 വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്കാണ് ജോസഫ് വാഴക്കന്റെ പേര് പരിഗണിക്കപ്പെടുകയും അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നീട് പട്ടികയിലുണ്ടായിരുന്ന രണ്ടാമത്തെ ആള് നാട്ടകം സുരേഷിന്റെ പേര് വരികയും അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടും ഒരു നേതാവിനെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു. ഇതിപ്പം എത്രത്തോളം വലിയൊരു തയ്യാറെടുപ്പാണ് ഇവിടെയൊക്കെ നടത്തിയത്? പാർട്ടി പറഞ്ഞതനുസരിച്ചാണെന്നാണ് വാഴക്കൻ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് പോസ്റ്ററുകൾ, ബാനറുകൾ, കൊടികൾ, അപ്പോൾ അതായത് ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അന്നേരം തന്നെ കളം നിറയാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തിരുന്നു. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം പോസ്റ്ററുകളും ബാനറുകളും കൊടികളൊക്കെ ഉണ്ട്? ഏതാണ്ട് 1.5 ലക്ഷത്തോളം പോസ്റ്റർ, പല ഡിസൈനുള്ളത്. ഒരു ഡിസൈൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. മറ്റു 2-3 ഡിസൈനുള്ള പോസ്റ്റർ ഇറങ്ങിയിരുന്നു. പിന്നെ ഫ്ലെക്സ് ബോർഡുകൾ, അത് 6x4 ബോർഡ്, 10x4, അങ്ങനെ പല സൈറ്റിലുള്ള ബോർഡുകൾ ഒക്കെ റെഡിയാക്കിയിരുന്നു. കാരണം സമയം കുറവായതുകൊണ്ടും ഇതിനിടയ്ക്ക് ഒരാഴ്ച എന്ന് പറയുന്നത് ആഴ്ച വരുന്നതുകൊണ്ട് ആ ആഴ്ചയിൽ കോട്ടയം പോലുള്ള ജില്ലകളിൽ പ്രചരണം വളരെ ഇതായതുകൊണ്ട് ദിവസത്തിൻ്റെ കുറവ് കൊണ്ടാണ് പാർട്ടിയുടെ ഒരു മൗനാനുവാദം കൊടുത്തിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് വാഴക്കൻ ഞങ്ങളോട് പറഞ്ഞത്. ഈ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? അടുത്ത് കേരളത്തിൽ ഭരണത്തിൽ വരാൻ പോകുന്ന ഒരു പാർട്ടി, ദേശീയ പാർട്ടി ചെയ്തു കൂട്ടിയ ഒരു ശുദ്ധ ഭോഷ്കത്തരം അല്ലെങ്കിൽ തെമ്മാടിത്തരം എന്ന വാക്കാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. 1.5 ലക്ഷം പോസ്റ്ററുകൾ അച്ചടിച്ചുകൊണ്ട് ഫ്ലക്സുകൾ വയ്ക്കാൻ നാട് മുഴുവൻ തയ്യാറാക്കി വെച്ചിരിക്കുക. ജോസഫ് വാഴക്കൻ എന്ന നേതാവ് മത്സരിക്കുമെന്ന് പാർട്ടി ഒരു ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിനെയും തയ്യാറാക്കി വെച്ചിരിക്കുക. ഇത് പണം ചെലവാക്കണ്ടേ, നോട്ട് ചെലവാക്കണ്ടേ? നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇതേ കക്ഷി 100 വീട് വയനാട് ദുരന്തബാധിതർക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കല്ല് പോലും വെക്കാത്ത പാർട്ടിയാണ് ഈ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പണം ആരാ കൊടുക്കുക? ജോസഫ് വാഴക്കൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുമോ? അതോ ഈ പാർട്ടി നാട്ടുകാരിൽ നിന്ന് പിരിച്ച പണം ഈ വിധത്തിൽ ഇനി അത് എന്ത് ചെയ്യാൻ പറ്റും? കത്തിച്ച് കളയുക എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിനാരാണ് ഉത്തരവാദി? ഇവരാണോ നാളെ കേരളം ഭരിക്കാൻ പോകണം? ഇവരാണോ ഇടതുപക്ഷത്തിൻ്റെ ഈ വേണ്ടാത്ത ചെലവുകളെ പറ്റിയും ദുഷ്ചെലവുകളെ പറ്റിയും അനാവശ്യ ചെലവുകളെ പറ്റിയിട്ടും വർത്തമാനം പറയുന്ന, വലിയ വായിൽ വർത്തമാനം പറയുന്നത്? ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ഇവിടെ കാണിച്ചു കൂട്ടുക? ഇവിടെ ജോസഫ് വാഴക്കൻ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമല്ല കേട്ടോ. എറണാകുളത്ത് ദീപ്തി മേരി വർഗീസിൻ്റെ കഥ പുറത്തു വന്നു. ഇങ്ങനെ എത്ര സ്ഥലത്തുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു 1-ലധികം കാൻഡിഡേറ്റുകളൊക്കെ മത്സരിക്കുമെന്ന് കേട്ടിടത്തൊക്കെ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ലക്ഷങ്ങളും കോടികളും ഇതിനു വേണ്ടി അവർ ചെലവഴിച്ചിട്ടുണ്ടാവും. അത് മുഴുവൻ മിക്കവാറും ഈ വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച തുകയെന്നൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയതാവും. ആ മനുഷ്യർക്ക് നാളെ വീട് വെച്ച് കിട്ടുമെന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. അതൊക്കെ നമ്മുടെ സംശയം മാത്രമാണ്. നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഈ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയം വളർന്നു പോയാൽ എന്താ ചെയ്യുക? ഇവരാണ് ഇടതുപക്ഷ ദുർവ്യയത്തെ പറ്റിയും അനാവശ്യ ചെലവുകളെ പറ്റിയിട്ടും വകമാറ്റി ചെലവഴിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ വന്ന തേനും പാലും മുഴക്കും, എല്ലാവർക്കും ഫ്രീ ആയിട്ട് KSRTC പോകും അങ്ങനെ പറഞ്ഞാൽ കേരളത്തിലെ മുടിപ്പിക്കും എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതെല്ലാം ചേർത്ത് വയ്ക്കാം, എല്ലാ ഗ്യാരണ്ടികളും ചേർത്ത് വയ്ക്കാമെന്നാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ നമ്മളോട് പറയുന്നത്. അത് ഏറെക്കുറെ ശരിയാണെന്നാണ് ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് കാണുന്നത്. ഇതിനെല്ലാം ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നമ്മുടെ പ്രേക്ഷകർക്കും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഉണ്ടാവും. കാരണം ഈ തമാശകളൊക്കെ ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം.